പാപബോധം വരുമ്പോൾ നിരാശയില്ല, കുറ്റബോധമാവരുത്, ഗിൽറ്റാവരുത്, നിരാശയില്ല, പ്രത്യാശയോട് കൂടിയുള്ള ഒരു കണ്ണുനീര്. എനിക്ക് തെറ്റിപ്പോയി. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ബുദ്ധിപരമായി ഇങ്ങനെ ലോജിക്കായിട്ട് ചിന്തിച്ചിട്ട് ഞാനാണ് തെറ്റ്, മറ്റാളാണ് തെറ്റ്, അങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ പോകുമ്പോൾ എന്തുണ്ടാവും? നമുക്കൊരിക്കലും നമ്മുടെ പാപം കണ്ടുപിടിക്കാനോ തെറ്റി എന്ന് അക്നോളജ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ എല്ലാ കാരണവും മനസ്സിലായതിന് ശേഷമാണോ പാപബോധം വരിക? എല്ലാ കാര്യം മനസ്സിലായതിനു ശേഷമാണോ പാപബോധം വരിക? അല്ലെ? വെൻ സംതിങ് ഗോസ് റോങ്, ആദ്യം തന്നെ എന്താ, എനിക്ക് എവിടെയും തെറ്റി കാണണമല്ലോ, മറ്റാൾക്ക് തെറ്റി കാണണം എന്നല്ല ആദ്യത്തെ തോട്ട് വരട്ടെ. ദാറ്റ് ഈസ് ലേറ്റർ ഇഫ് ദെയർ ഈസ് എനിത്തിങ്. എന്തോ തെറ്റി കാണണമല്ലോ. അപ്പൊ പാപബോധം വരുന്നില്ല. ആദ്യം തന്നെ സോറി പറയാം, എനിക്ക് എവിടെയോ തെറ്റിപ്പോയി, സോറി, എനിക്ക് തെറ്റിപ്പോയി, കർത്താവേ എനിക്ക് കൃപ തായോ, എനിക്ക് പാപബോധം തായോ, പാപബോധത്തിന്റെ അഭിഷേകം തായോ, ചോദിച്ചു വാങ്ങിക്കണം. പാപബോധത്തിന്റെ അഭിഷേകം ചോദിച്ചു വാങ്ങിക്കണം. പാപബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങളും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുവരെ നമ്മൾ നമ്മുടെ ലോജിക്ക് ഇട്ട് ബുദ്ധിയിട്ട്, ഓ ഞാനിങ്ങനെ ചെയ്തപ്പോൾ അയാൾ അങ്ങനെ ചെയ്തപ്പോൾ ഇയാൾ അങ്ങനെ ചെയ്തപ്പോൾ, പലതും നമ്മൾ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ തെളിയിക്കാനോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ പാപബോധം വന്നില്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ക്രിസ്തുവിന്റെ അഭിഷേകം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഈ പാപബോധം, കാരണം എൻ്റെ പാപം എടുത്ത് കളയാനല്ലേ ഈശോ ഭൂമിയിലേക്ക് വന്നതും ജീവിച്ചതും മരിച്ചതും ഉത്ഥാനം ചെയ്തതൊക്കെ. അപ്പോൾ ഈ പാപബോധ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? പാപബോധം വന്നപ്പോൾ എനിക്ക് തെറ്റിപ്പോയി, ഇത് പാപത്തിന്റെ ഒരു ബോധം, അവയർനെസ് ഓഫ് സിൻ, ഐ എം അവെയർ ഓഫ് മൈ സിൻ. ഇനി പാപത്തിനെ പറ്റി അവെയർ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്താ? ഹൃദയത്തില് പശ്ചാത്താപം വരണം. ഹൃദയത്തിലൊരു കണ്ണുനീര്, കരച്ചിൽ വരണം. അപ്പൊ അടുത്ത അഭിഷേകം പശ്ചാത്താപ അഭിഷേകം, കണ്ണുനീരഭിഷേകം. ഹൃദയത്തിന് കണ്ണുനീര്, നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് എവിടുന്ന തുടങ്ങേണ്ടത്? ശരിക്കും ഹൃദയത്തിൽ നിന്ന് തുടങ്ങി കണ്ണിൽ കൂടെ വരുന്ന കണ്ണീരാണ് ശരിക്കും കണ്ണുനീര്. അല്ലെങ്കിൽ ക്രൊക്കഡൈൽ ടീയേഴ്സ് എന്നൊക്കെ പറയും, മുതല കണ്ണുനീർ. വെറുതെ ഇങ്ങനെ അല്ല, സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ അവര് ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് കണ്ണുനീര് വരുത്തും. ചിലർ പല തരത്തിലും കണ്ണുനീര്, കണ്ണിൽ നിന്ന് നേരിട്ട് കണ്ണുനീര് വരുത്തുന്നവരുണ്ട്. പക്ഷെ ശരിക്കുള്ള കണ്ണുനീര് ഹൃദയത്തില് തൊട്ട്, ഹൃദയത്തിൽ സ്പർശിച്ചതിൻ്റെ അടയാളമായിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരും. കണ്ണുനീരിന്റെ വര അഭിഷേകമുണ്ട്, കണ്ണുനീർ വര അഭിഷേകം. ചിലർ പറയും, എത്ര ശ്രമിച്ചിട്ട് എനിക്ക് കരയാൻ പറ്റില്ല, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നില്ല, നീ കണ്ണിൽ കുത്തിയിട്ട് വെള്ളം വരുത്തിക്കണം. ഒത്തിരി ആൾക്കാർ എന്നോട് പറഞ്ഞിട്ട് കരയാൻ പറ്റുന്നില്ല, നീ ഡോക്ടറെ അടുത്ത്, കണ്ണൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുക, ഡോക്ടറെ അടുത്ത് പോയിട്ട് വല്ല ഐ ഡ്രോപ്സ് ഒഴിച്ചാലോ കണ്ണിന്. ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേര് ഐ ഡ്രോപ്സ് ഒഴിക്കുന്നത് കണ്ണ് ഡ്രൈ ആയിരുന്നിട്ട്. ചിലപ്പോൾ മെഡിക്കൽ റീസൺ ഉണ്ടാവാം, പക്ഷെ ഒരു റീസൺ കണ്ണിന് വെള്ളം വരാത്ത, ഹൃദയത്തിൽ തൊടുന്ന ഒന്നും ചെയ്യുന്നുണ്ടാവില്ലെന്ന് എനിക്കിങ്ങനെ തോന്നാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹൃദയത്തിൽ സ്പർശിച്ച് കണ്ണുനീര് വരുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലർ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരിങ്ങനെ കൊടുകൂടാന്ന് വന്നിട്ട് പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ തട്ടിയുള്ള പ്രാർത്ഥന, ഹൃദയം കൊണ്ട് പ്രാർത്ഥന, ഹൃദയം ഇൻവോൾവ് ആയിട്ടുള്ള പ്രാർത്ഥന. യേശയ്യായുടെ പുസ്തകത്തിലും വേറെ സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ജനം ആദരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. അതായത് ഹൃദയം മാറ്റി വെച്ചിട്ടാണ് പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഹൃദയം മാറ്റി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം.
പണ്ട് ഒരു കഥ കേട്ടെന്ന് ഓർക്കുന്നുണ്ട്, ഹൃദയം ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കായാലും ഏതെങ്കിലും സ്പിരിച്വൽ പ്രവർത്തികൾ ചെയ്യായാലും ഏതെങ്കിലും ആക്ടിവിറ്റി ചെയ്യായാലും ഏതെങ്കിലും ശുശ്രൂഷ ചെയ്യായാലും ഹൃദയം ഇൻവോൾവ്ഡ് ആണോ? CCCയിൽ പറഞ്ഞിട്ടുണ്ട്, ഹൃദയമാണ് പ്രാർത്ഥിക്കുന്നത്, ഹൃദയമാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഹൃദയം ഇങ്ങനെ കല്ലുപോലെയാക്കി, അതിൻ്റെ കല്ലുപോലെ ഹൃദയമാക്കിയിട്ട് അതിൻ്റെ ചുറ്റും കല്ലുകൊണ്ടുള്ള ഒരു മതിലും കെട്ടി സേഫായിട്ട് വെച്ചിരിക്കുക. പ്രാർത്ഥിക്കുമ്പോഴടക്കം ഹൃദയം ഇൻവോൾവ് അല്ലാണ്ടുള്ള പ്രാർത്ഥന ദൈവത്തിന്റെ അടുത്തേക്ക് എത്തണ്ടാണ്. ദൈവത്തിന്റെ അടുത്തേക്ക് എത്തണ്ടെന്ന് വെച്ചാൽ നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകമാണ്. നമ്മൾ പലരുടെ അടുത്തേക്ക് ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് കേൾക്കില്ലേ? നമ്മള് ഹൃദയത്തിന്റെ അധരം കൊണ്ടാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഹൃദയത്തിന്റെ അധരം കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ ദൈവം പറയും, എന്ത്, ഈ ജനം അധരം കൊണ്ട് ബഹുമാനിക്കുന്നു. ഈ ഫിസിക്കലായിട്ടുള്ള ഈ അധരം കൊണ്ട് ബഹുമാനിക്കുന്ന ഹൃദയം അങ്ങനെയാന്ന് പറയും. പക്ഷെ ഹൃദയത്തിന്റെ അധരം കൊണ്ട് പ്രാർത്ഥിച്ചാലോ ദൈവം ദൈവത്തിന്റെ ഹൃദയത്തിന്റെ കാതുകൊണ്ട് കേൾക്കും. ഓക്കെ, അപ്പൊ പാപബോധാഭിഷേകം കിട്ടി, ക്രിസ്തുവിന്റെ അഭിഷേകത്തിന് പാപബോധാഭിഷേകം കിട്ടി. പിന്നെ പശ്ചാത്താപാഭിഷേകം, ഹൃദയം കൊണ്ട് കരയാണ്, ഇത്രയും നല്ല ദൈവത്തിന് ഞാൻ വേദനിപ്പിച്ചല്ലോ. എത്ര വർഷങ്ങളായി എന്തോ ഒരു അനുഗ്രഹങ്ങളാ ദൈവം ചൊരിഞ്ഞിരിക്കുന്നത്. ഒരു 100 അനുഗ്രഹം ദൈവം ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാത്ത ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ ദൈവത്തോട് ചോദിക്കും, ദൈവം എന്താ എന്നോട് ഇങ്ങനെ, അല്ലെ? ദൈവം ചെയ്തു തന്ന 100 അനുഗ്രഹങ്ങൾ നമ്മൾ മാറ്റി വെച്ച് അത് മറന്നു. ഭയങ്കര മറവി രോഗം, മറന്നു, ഐ ഫോർഗോട്ട്. എന്നിട്ട് ഒരു കുഞ്ഞു കാര്യം നടന്നില്ലെങ്കിൽ, ദൈവമേ എന്തത് നീ നടത്താതെ, എന്താ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ, എന്താ നീ എന്നെ മറന്നോ, എന്താ ദൈവമേ കാണുന്നില്ലേ? പ്രാർത്ഥിക്കാൻ വരുന്ന ചിലരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും, ഓക്കെ, അപ്പൊ ദൈവം ഒന്നും ചെയ്തു തന്നിട്ടില്ല അല്ലേ? ദൈവം ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു കാര്യം ദൈവം എന്താ കാണണില്ലേ? ദൈവം കണ്ണടച്ചിരിക്കുകയാണ്, ദൈവം കാതടച്ചിരിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ, ഒന്നും ചെയ്തിട്ടില്ല അല്ലേ ഇവരെ ദൈവം? അല്ല, കുറെ ചെയ്തിട്ടുണ്ട്. അപ്പൊ വാട്ട് ഹാപ്പൻ ടു ദോസ് തിങ്സ്? അറ്റ്ലീസ്റ്റ് ദ പ്രൊപ്പോർഷൻ. 100 ദൈവം ചെയ്തിട്ട് 1 എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആ 1 പെരുപ്പിച്ച് ദൈവമേ ഇങ്ങനെ ജീവിതം മുഴുവൻ അതിനെ പറ്റി പഴിച്ചു കളയുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ മിസ്സിങ് ഔട്ട് ദിസ് അഭിഷേകം, കൃപാഭിഷേകം. അപ്പൊ എന്ന് മുതൽ അറ്റ്ലീസ്റ്റ് എനിക്ക് കൃപ സ്വീകരിക്കുന്നല്ലോ, കൃപ സ്വീകരിക്കണം, എൻ്റെ പാത്രം റെഡിയാക്കി വെക്കട്ടെ, ലെറ്റ് മീ ബി എ കൃപാപാത്രം. കൃപ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയും കൃപ സ്വീകരിക്കുന്ന നല്ലൊരു പാത്രമായിട്ട്, കൃപാപാത്രമായിട്ട് ഞാൻ ജീവിക്കട്ടെ.